നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നത്? ന്യൂ ഇയർ പ്രോഗ്രാം. നമ്മളെ നാട്ടിൽ തന്നെയുള്ള ന്യൂ ഇയർ പരിപാടിയിലാണ് ഉള്ളത്. ന്യൂ ഇയർ പരിപാടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആദ്യം ഡാൻസ് കളിക്കുന്ന വെച്ചപ്പോൾ ഒരു കുഞ്ഞിക്കുട്ടി വന്ന് ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നേ. ഇതൊക്കെ എൻ്റെ ചേച്ചിന്റെ ടീമാണേ. അവളെ നാട്ടിൽ തന്നെ കല്യാണം കഴിച്ചുകൊണ്ട് നാട്ടിലുള്ള എല്ലാവരുമായിട്ട് അവൾ ഭയങ്കര കമ്പനിയാണ്. ഞാൻ നാട്ടിൽ അങ്ങനെ ഇല്ലാത്ത ആളായതുകൊണ്ട് എനിക്ക് ആരുമായിട്ട് വലിയൊരു കമ്പനിയൊന്നും ഉണ്ടായിരുന്നില്ലേ. ഡാൻസ് കളിക്കാൻ നമുക്ക് പ്രത്യേക കമ്പനിയൊന്നും വേണ്ടാത്തതുകൊണ്ട് അവരൊക്കെ ഞാൻ പെട്ടെന്നൊന്ന് മിങ്കിളായിട്ടുണ്ടേ. പരിപാടി സ്റ്റാർട്ട് ചെയ്ത് വരുന്നതേ ഉള്ളൂ. കുഞ്ഞിക്കുട്ടികളുടെ ഡാൻസും പിന്നെ കുറേ ആൾക്കാർ കരോക്കെ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. ആ കരോക്കൊക്കെയുള്ള ഞങ്ങളുടെ ഡാൻസാണ് ഇത് കഴിഞ്ഞ് ലാസ്റ്റാണ് നമ്മുടെ DJ വരുന്നത്. ഒരു കേക്ക് മുറിയും കൂടെ അവിടെ ഉണ്ട്. എനിക്കാണെങ്കിൽ ഇന്ന് തൊണ്ടവേദനയും തലവേദനയും ഒക്കെ കൂട്ടുള്ളൊരു ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ എല്ലാവരും കൂടെ ഒരു ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ പാട്ടിനൊക്കെ ഇങ്ങനെ ഡാൻസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നാട്ടിലുള്ള എല്ലാവരും ഒരേ വൈബായതുകൊണ്ട് എല്ലാവരും എണീറ്റ് ഇന്ന് ഡാൻസ് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പാട്ട് കേട്ടപ്പോൾ ആരുടെയും കാലം നിലത്തുറക്കുന്നില്ലെന്ന് വേണം പറയാൻ. നമ്മൾ ന്യൂ ഇയർ പാർട്ടിയിൽ പങ്കെടുക്കുന്ന എന്തിനാ? ഡാൻസ് കളിക്കാനല്ലേ. ഡാൻസ് കളിക്കണം എന്നുള്ള ചിന്ത കൊണ്ടാണ് നമ്മൾ വീട്ടിൽ നിന്നേ ഇറങ്ങി പുറപ്പെടുന്നത് അല്ലേ. DJ തുടങ്ങാൻ വേണ്ടിയിട്ട് എല്ലാവരും കട്ട വെയിറ്റിംഗ് ആയിരുന്നേ. നാട്ടിൽ തന്നെയുള്ള വിനീതച്ചിയാണ് ഇപ്പോൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്. ഈ പാട്ട് കഴിഞ്ഞ പാട്ട് DJ തുടങ്ങുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് DJ കണ്ടാലോ? അങ്ങനെ നമ്മൾ DJ പരിപാടിയൊക്കെ കഴിഞ്ഞ് നല്ല കോട ഇറങ്ങിയ സമയമാണ്. 1 മണിയായിട്ടുണ്ട്. നമ്മൾ വീട്ടിലേക്ക് പോവുകയാണേ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ടാറ്റാ.